ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PYQ ഡിസ്കഷൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് 1ൻ്റെ 038/2024 ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെയും കഴിഞ്ഞ ക്ലാസ്സിൻ്റെയും ഒക്കെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ഡിഗ്രി പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. ഇതുവരെയും നിങ്ങൾ പഠനം ആരംഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും ഡിഗ്രി പ്രിലിംസ് 100% നിങ്ങൾ പാസ്സായിട്ടിരിക്കും. കൃത്യമായി തന്നെ ഇത് പഠിച്ച് റിവിഷൻ ചെയ്ത് ക്വസ്റ്റ്യൻ പോൾ ഉൾപ്പെടെ നിങ്ങൾ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിച്ചിരിക്കും അടുത്ത വരുന്ന എല്ലാ എക്സാമുകളിലും. അപ്പോൾ ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഭൂതാപ നിലയങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഭൂതാപ നിലയങ്ങൾ, അതായത് ജിയോ തെർമൽ പ്ലാന്റ്സ് ഏതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ചോദ്യം എന്ന് പറയുന്നത്. ചോദ്യത്തിന്റെ ഓപ്ഷനിൽ ആദ്യത്തെ താതാപാനി, നറോറ, പുക, സിംഗ്രൗളി 4 പേരുകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കാരണം ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളും അവിടെയുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ മൊത്തം നമ്മൾ പഠിച്ചാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ തന്നെ ആണവ നിലയങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ഭൂതാപ നിലയങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ നമ്മൾ വിശദമായി പഠിച്ച് ചാർട്ട് ഉൾപ്പെടെ നോക്കി പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഭൂതാപ നിലയങ്ങൾ അല്ലെങ്കിൽ ജിയോ തെർമൽ പ്ലാന്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ? താതാപാനി, നറോറ, പുക, സിംഗ്രൗളി. ഏതാണ്? താതാപാനിയും അതേപോലെ തന്നെ പുകയുമാണ് ഇതിൻ്റെ അകത്ത് എന്തെന്ന് പറയുന്നത്? ഭൂതാപ നിലയങ്ങൾ അല്ലെങ്കിൽ ജിയോ തെർമൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ താതാപാനിയും അതേപോലെ തന്നെ പുകയുമാണ് ഇന്ത്യയിലെ ഭൂതാപ നിലയങ്ങൾ എന്ന് പറയുന്നത്, അതായത് ജിയോ തെർമൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ജിയോ തെർമൽ പ്ലാന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ താപം ഉപയോഗപ്പെടുത്തി വൈദ്യുതിയെ ചൂടാക്കലോ ആക്കി മാറ്റുന്നതിനെയാണ് ജിയോ തെർമൽ പ്ലാന്റുകൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3000 മീറ്റർ ആഴമുള്ള വലിയ കിണറുകൾ കുഴിക്കുന്നു. ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവിയുടെ രൂപത്തിലാണ് ഈ ഭൂഗർഭതാപം ഭൂഗർഭത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇത് ടർബൈനിലൂടെയാണ് പൈപ്പ് വഴി എത്തിച്ചാണ് ഇങ്ങനെ വൈദ്യുതി നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യം ഇവിടെ ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെയാണ്? താതാപാനിയും അതേപോലെ തന്നെ പുകയുമാണ്. ഓക്കെ, എന്ത്? ഭൂതാപ നിലയങ്ങൾ ഇന്ത്യയിലെ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ കാണുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആണവ നിലയമാണ്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നറോറയാണ്. ഓക്കെ, അപ്പോൾ നറോറയാണ് ഈ കാണുന്നത്. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചൂട് നീരുറവകളാണ് താതാപാനിയും, അത് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുക എന്ന് പറയുന്നത് ലഡാക്കിലാണ് പുക എന്ന് പറയുന്ന ചൂടുനീരുറവ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട ചൂടുനീരുറവകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാംബെ ഗ്രാബൻ എന്ന് പറയുന്നത് ഗുജറാത്താണ്. കാംബെ ഗ്രാബൻ ഗുജറാത്ത്. അതേപോലെ തന്നെ മണികിരൺ ഒത്തിരി തവണ PSC എക്സാമുകളിൽ ചോദിച്ചതാണ്. മണികിരൺ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ചൂടുനീരുറവയായ മണികിരൺ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അതേപോലെ തന്നെ സൂരജ് കുണ്ട് ജാർഖണ്ഡിലാണ്. ചൂടുനീരുറവയായ സൂരജ് കുണ്ട് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ്. അതേപോലെ ചുമതാങ് അത് ലഡാക്കിലാണ്. കസോൾ ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഭൗമ താപ പദ്ധതികൾ ആരംഭിച്ച വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1970 ഇന്ത്യയിൽ ഭൗമ താപ പദ്ധതികൾ ആരംഭിക്കുന്നത്. 1970. നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NGRI സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരാബാദിലാണ്. ഓക്കെ, അപ്പോൾ നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NGRI സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ആണവോർജ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന പ്രധാന ധാതുക്കളാണ് യുറേനിയവും അതേപോലെ തന്നെ തോറിയവും. ഓക്കെ, അപ്പോൾ
ആണവോർജ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുറേനിയം, അതേപോലെ തന്നെ തോറിയം. യുറേനിയം നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന ശിലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാർവാർ ശിലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് യുറേനിയം നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. സിംഫം ചെമ്പുകനി നിക്ഷേപ മേഖലയിലെ വിവിധ ഭാഗങ്ങളിലായി യുറേനിയം അയിരുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ യുറേനിയം നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനില് ഉദയ്പൂർ, അൽവാർ, ജൂൻജുനു എന്നീ പ്രദേശങ്ങളിലാണ് രാജസ്ഥാനിൽ ഏറ്റവും കൂടുതലായിട്ട് യുറേനിയം കാണപ്പെടുന്നത്. ഛത്തീസ്ഗഡിലാണെങ്കിൽ ദുർഗാണ്, മഹാരാഷ്ട്രയിലാണെങ്കിൽ ഭണ്ഡാര, ഹിമാചൽ പ്രദേശിൽ കുളു എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതലായിട്ട് യുറേനിയം കാണപ്പെടുന്നത്. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയിൽ നിന്നാണ് മുഖ്യമായും തോറിയം ലഭിക്കുന്നത്. ലോകത്തിലെ തന്നെ സമ്പന്നമായ മോണോസൈറ്റ് നിക്ഷേപങ്ങൾ കേരളത്തിലെ പാലക്കാട്, കൊല്ലം ജില്ലകളിലും ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനും സമീപത്ത ഒഡീഷയിലെ മഹാനദി ഡെൽറ്റ പ്രദേശത്തുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ സമ്പന്നമായ മോണോസൈറ്റ് നിക്ഷേപങ്ങൾ കേരളത്തിലെ പാലക്കാട്, കൊല്ലം ജില്ലകളിലും ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് സമീപവും ഒഡീഷയിലെ മഹാനദി ഡെൽറ്റ പ്രദേശത്തുമാണ് ഏറ്റവും കൂടുതൽ മോണോസൈറ്റ് കാണപ്പെടുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പ്രധാന ആണവോർജ നിലയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് താരാപൂർ. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ് താരാപൂർ. അടുത്തത് റാവത്ത് ഫട്ട. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. എവിടെയാണ് റാവത്ത് ഫട്ട? രാജസ്ഥാനാണ്. കൽപ്പാക്കം, കൂടംകുളം തമിഴ്നാടാണ് കൽപ്പാക്കം. ഇനി നറോറ ഉത്തർപ്രദേശ്, നറോറ ഉത്തർപ്രദേശാണ്. അതേപോലെ തന്നെ കൈഗ എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. കാക്രാപാറ ഗുജറാത്താണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ആണവോർജ നിലയങ്ങൾ ഇന്ത്യയിലെ നോക്കിയ താരാപൂർ എവിടെയാ? മഹാരാഷ്ട്രയിലാണ്. റാവത്ത് ഭട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, നറോറ ഉത്തർപ്രദേശ്, കൈഗ കർണാടക, കക്രാപ്പാറ ഗുജറാത്താണ്. ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായ വർഷം എന്നാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 1948 ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യയിൽ എന്നാണ് ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1948. ആറ്റോമിക് എനർജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 1954. ട്രോംബെയിലെ ആറ്റോമിക് എനർജി ഇൻസ്റ്റിറ്റ്യൂട്ട് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ് 1967. ആറ്റോമിക് എനർജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ പേരാണ് ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്നുള്ളത്. അപ്പോൾ ട്രോംബെയിലെ ആറ്റോമിക് എനർജി ഇൻസ്റ്റിറ്റ്യൂട്ട് റീനെയിം ചെയ്താണ് ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ ആയത്. താപോർജ ഉൽപാദനത്തിനും ഇരുമ്പിന്റെ ഉരുക്കൽ പ്രക്രിയയ്ക്കും ഉപയോഗിക്കുന്ന ഒരു പ്രധാന ധാതുവാണ് കൽക്കരി. ഗോണ്ട്വാന നിക്ഷേപങ്ങൾ, ടെർഷ്യറി നിക്ഷേപങ്ങൾ എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത ഭൗമ കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ട ശിലാപാളികളാണ് കൽക്കരി മുഖ്യമായും കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഗോണ്ട്വാന കൽക്കരിയുടെ ഏറ്റവും പ്രധാന നിക്ഷേപങ്ങൾ ദാമോദർ തടത്തിലാണ്. ടെർഷ്യറി കൽക്കരി പാടങ്ങൾ കാണപ്പെടുന്നത് അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ് എന്നീ സ്ഥലങ്ങളിലാണ് ടെർഷ്യറി കൽക്കരി പാടങ്ങൾ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ബേസ് ലെവൽ ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ തെറ്റിക്കരുത് മക്കളെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എവിടെയാണ്? ജാറിയ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജാറിയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ കൽക്കരി പാടം ചോദിച്ചു കഴിഞ്ഞാൽ അത് റാണിഗഞ്ച എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ജാറിയ. രണ്ടാമത്തെ ഏറ്റവും വലുതാണ് റാണിഗഞ്ച് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറയുന്ന 4 ഓപ്ഷനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന താതാപാനിയും അതേപോലെ തന്നെ പുക എന്ന് പറയുന്ന രണ്ടുമാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂതാപ നിലയങ്ങൾ എന്ന് പറയുന്നത്, ജിയോ തെർമൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നറോറ എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നറോറ ഉത്തർപ്രദേശാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ താതാപാനിയും അതേപോലെ തന്നെ എന്താണ് പുക എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്, താതാപാനി ആണെങ്കിൽ ഛത്തീസ്ഗഡ് ആണ്, പുക എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്ക് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട ചൂട് നീരുറവകളാണ്
കാംബ്രെ ഗാബൻ എന്ന് പറയുന്നത് അത് ഗുജറാത്താണ്. കാംബെ ഗാബ്രൻ എന്ന് പറയുന്നത് ഗ്രാബൻ എന്ന് പറയുന്നത് ഗുജറാത്താണ്. കാംബെ ഗ്രാബൻ എന്ന് പറയുന്നത് മണികിരൺ ഹിമാചൽ പ്രദേശ്, സൂരജ് കുണ്ട് ജാർഖണ്ഡ്, ചുമതാങ് ലഡാക്ക്, കസോൾ ഹിമാചൽ പ്രദേശ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഭൗമ താപ പദ്ധതികൾ ആരംഭിച്ചത് 1970 ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ആണവോർജ നിലയങ്ങൾ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. താരാപൂർ മഹാരാഷ്ട്ര, റാവത്ബട്ട രാജസ്ഥാനാണ്, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാടാണ്, നറോറ ഉത്തർപ്രദേശാണ്, കൈഗ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയാണ്, കാക്രപ്രാറ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്ത് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായത് ചോദിച്ച ചോദ്യമാണ് 1948 ആറ്റോമിക് എനർജി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായത് എന്നാണ് ചോദിച്ചാൽ മക്കളെ അത് 1954 ഓർത്തു വയ്ക്കുക. 1967 വരെയും ട്രോംബയിലെ ആറ്റോമിക് എനർജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീട് അത് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ആയിട്ട് പുനർനാമകരണം ചെയ്തു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ. എവിടം വരെയാണ്? കോഴിക്കോട് വരെയാണ് നീട്ടിയത്. ഓക്കെ, അപ്പോൾ ദേശീയ ജലപാത നിയമം പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 കോഴിക്കോട്ടേക്കാണ് നീട്ടിയത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ IWAI സ്ഥാപിതമായത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1986 ഒക്ടോബർ 27 ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് 1986 ഒക്ടോബർ 27. ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാ മക്കളെ? നോയിഡയിലാണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നോയിഡയാണ്. IWAI ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ ജലപാതകളുടെ വികസനം, നിയന്ത്രണം, പരിപാലനം. ഓക്കെ, അപ്പോൾ IWAIയുടെ ലക്ഷ്യമാണ് ദേശീയ ജലപാതകളുടെ വികസനം, നിയന്ത്രണം, പരിപാലനം. ദേശീയ ജലപാത ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിതിൻ ഗഡ്കരി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ദേശീയ ജലപാത ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് 2015 മെയ് 5. ബിൽ ലോകസഭ പാസ്സാക്കിയത് എന്നാ ചോദിച്ചാൽ 2015 ഡിസംബർ 21. ഓക്കെ, അപ്പോൾ ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് 2015 മെയ് 5. ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2015 ഡിസംബർ 21. ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2016 മാർച്ച് 9. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2016 മാർച്ച് 25 ഓർത്തു വയ്ക്കുക. അപ്പോൾ ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2016 മാർച്ച് 25. ദേശീയ ജലഗതാഗത നിയമം 2016 നിലവിൽ വന്നത് 2016 ഏപ്രിൽ 12. ഓക്കെ, അപ്പോൾ അത് എന്നാണ് കറക്റ്റ് ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ ജലഗതാഗത നിയമം നിലവിൽ വന്ന ഡേറ്റ് 2016 ഏപ്രിൽ 12, വിഷുവിന് 2 ദിവസം മുമ്പാണ് വന്നത്. നാഷണൽ വാട്ടർവേസ് ബിൽ 2015. ഓക്കെ, ഇതനുസരിച്ചാണ് നിലവിൽ ഇന്ത്യയിൽ ആകെ 111 ദേശീയ ജലപാതകളാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ആകെ എത്ര ദേശീയ ജലപാതകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 111 ദേശീയ ജലപാതകളാണ് ഉള്ളത്. 2016 ദേശീയ ജലപാത നിയമപ്രകാരം 106 ഉൾനാടൻ ജലപാതകളെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 2016 ദേശീയ ജലപാത നിയമപ്രകാരം എത്ര ഉൾനാടൻ ജലപാതകൾ നിലവിൽ ഇന്ത്യയിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 106. മൊത്തം എത്ര ദേശീയ ജലപാതകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 111. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാന്ന് ചോദിച്ചാൽ
ദേശീയ ജലപാത NW1 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാന്ന് ചോദിച്ചാൽ ദേശീയ ജലപാത 1, അതായത് നാഷണൽ വാട്ടർവേസ് 1. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലപാത അതും ഏത് തന്നെയാണ്? ദേശീയ ജലപാത 1 ആണ്. ഏറ്റവും നീളം കൂടിയ ജലപാത എന്ന് പറയുന്നതും NW1 ആണ്. ആദ്യമായി ഒരു ജലപാത പ്രഖ്യാപിച്ചത്, അതായത് ദേശീയ ജലപാത 1 പ്രഖ്യാപിച്ച വർഷം 1986 ഒക്ടോബർ 27 അപ്പോൾ ആദ്യമായിട്ട് ഒരു ജലപാത പ്രഖ്യാപിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1986 ഒക്ടോബർ 27. ദേശീയ ജലപാത 3ന്റെ മറ്റൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നുള്ളത്. അപ്പോൾ ദേശീയ ജലപാത 3ന്റെ മറ്റൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നുള്ളത്. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത 3 നിലവിൽ വന്നത് 1993 ഫെബ്രുവരി 1 കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത 3 നിലവിൽ വന്നത്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത 3 ഏത് മുതൽ ഏത് വരെയാണെന്ന് ചോദിച്ചാൽ കൊല്ലം കോട്ടപ്പുറം 1993 ഫെബ്രുവരി 1. കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട ദേശീയ ജലപാതകളാണ് NW8 ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ, NW9 ആലപ്പുഴ കോട്ടയം അതിരമ്പുഴ കനാല്. ഇനി നമുക്ക് SCRT ഫാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയ ജലപാത NW1 വ്യാപ്തി എന്ന് പറയുന്നത് അലഹബാദ് ഹാൽദിയ വരെയാണ് അതിൻ്റെ വ്യാപ്തി, 1620 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് ദേശീയ ജലപാത 1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി അലഹബാദ് ടു ഹാൽദിയ 1620 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതകളിൽ ഒന്നാണ്. ഈ പാതയിലെ വഴിയുള്ള ഭാഗം യന്ത്രവൽകൃത ബോട്ടുകളും ഹരിദ്വാർ വരെയുള്ള ഭാഗം സാധാരണ ബോട്ടുകളും ഗതാഗത യോഗ്യമാണ്. വികസന ആവശ്യങ്ങൾക്കായി ഇതിനെ 3 ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. അപ്പോൾ NW1നെ എന്താണ് നിലവിലെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൽദിയ ഫറാക്ക വരെയും 560 കിലോമീറ്റർ ആണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ വിഭജനം എന്ന് പറയുന്നത് ഫറോക്ക് ടു പാട്ന 460 കിലോമീറ്റർ ആണ്. ഇനി തേർഡ് പാർട്ട് എന്ന് പറയുന്നത് പാട്ന അലഹബാദ് 600 കിലോമീറ്റർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ NW1 അതായത് ദേശീയ ജലപാത NW1 വ്യാപ്തി അലഹബാദ് ടു ഹാൽഡിയ 1620 കിലോമീറ്റർ ആണ് ഇതിന്റെ മൊത്തം വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ ജലപാത 1ന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് 1620 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതകളിൽ ഒന്നാണ് NW1. ഈ പാതയിലെ വഴിയുള്ള ഭാഗം യന്ത്രവൽകൃത ബോട്ടും ഹരിദ്വാർ വരെയുള്ള ഭാഗം സാധാരണ ബോട്ടുകളും ഗതാഗത യോഗ്യമാണ്. വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് 3 ഭാഗങ്ങളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഹാൽദിയ ഫറാക്ക 560 കിലോമീറ്റർ, സെക്കൻഡ് ഡിവൈഡ് ഫറോക്ക് പാട്ന 460 കിലോമീറ്റർ. ഇനി തേർഡ് ഡിവൈഡ് ആണ് പാട്ന അലഹബാദ് 600 കിലോമീറ്റർ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ജലപാത 2 വ്യാപ്തി സാദിയ ധൂബ്രിയാണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 891 കിലോമീറ്റർ ആണ് ജലപാത 2ന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത്. ഇന്ത്യയും ബംഗ്ലാദേശും പങ്കിടുന്ന ബ്രഹ്മപുത്ര നദിയുടെ ദിബ്രുഗഡ് വഴിയാണ് വരെയുള്ള ഭാഗം സ്റ്റീം ബോട്ടുകൾക്ക് ഗതാഗത യോഗ്യമാണ്. ടോട്ടൽ ലെങ്ത് വരുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? അത് 1384 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ NW2 എന്ന് പറയുന്നത് സാദിയ ധൂബ്രിയാണ്. എത്രയാണ് ടോട്ടൽ ലെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 891 ആണ്. ഇന്ത്യയും ബംഗ്ലാദേശും പങ്കിടുന്ന ബ്രഹ്മപുത്രയുടെ ദിബ്രുഗഡ് വരെയുള്ള ഭാഗമാണ് സ്റ്റീം ബോട്ടുകൾക്ക് ഗതാഗത യോഗ്യമായിട്ട് ഉള്ളത്. അടുത്തത് ജലപാത NW3 എന്ന് പറയുന്നത് വ്യാപ്തി കൊല്ലം കോട്ടപ്പുറം 205 കിലോമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ചമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡൽ കനാല് എന്നിവയോടൊപ്പം പശ്ചിമ തീര കനാലിന്റെ ഭാഗവും ചേർന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ജലപാത NW3 എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ടോട്ടൽ ലെങ്ത് 205 കിലോമീറ്റർ ആണ്. കൊല്ലം കോട്ടപ്പുറമാണ് NW3 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് NW4 എന്താണ്? വിശദാംശങ്ങൾ നോക്കുമ്പോൾ ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളും കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള ഭാഗത്തെ കനാലുകളുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. NW4
NW5 ആണെങ്കിലോ ബ്രാഹ്മണി മാതായ് നദികളുടെ നിർദ്ദിഷ്ട ഭാഗങ്ങളും മഹാനദി ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഡെൽറ്റ നീർച്ചാലുകളും പൂർവ്വതീര കനാലുകളുമാണ് NW5 ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ NW1, NW2, NW3, NW4 ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, NW5 ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കുക. ദേശീയ ജലപാത 3 കനാലുകൾ ഉൾപ്പെടുന്നതാണ് പശ്ചിമ തീര കനാലുകൾ, അതേപോലെ തന്നെ ചെമ്പക്കര കനാൽ, ഉദ്യോഗമണ്ഡൽ കനാലാണ് ദേശീയ ജലപാത 3 ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കനാലുകൾ എന്ന് ഓർക്കുക. ചിലപ്പോൾ എങ്ങാനും ചോദിക്കാം, ദേശീയ ജലപാത 3 ഉൾപ്പെടുന്ന കനാലുകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്, അല്ലെങ്കിൽ ഉൾപ്പെട്ടത് മാത്രം തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം. പശ്ചിമ തീര കനാല്, ചെമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡൽ കനാലാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എവിടം മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് വരെയാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 86 ഓർത്ത് വയ്ക്കുക. ആസ്ഥാനം ഒത്തിരി തവണ PSC ചോദിച്ചാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോയിഡയാണ്. ഇതിന്റെ ലക്ഷ്യമായിരുന്നു ദേശീയ ജലപാതകളുടെ വികസനം, നിയന്ത്രണം, പരിപാലനം. പിന്നെ ഓർത്തു വെക്കേണ്ടതാണ് NW1, NW2, NW3, NW4, NW5 എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് അതും ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് സർവേ ഓഫ് ഇന്ത്യ SOI ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, അപ്പോൾ എന്താണ് സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? അസിമുത്തിൽ സമദൂരം, പോളികോണിക്, അതേപോലെ തന്നെ മെർക്കേറ്റർ, അതേപോലെ തന്നെ ലാംബർട്ട് കൺഫോർമൽ കോണിക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് സർവേ ഓഫ് ഇന്ത്യ SOI ടോപ്പോഗ്രാഫിക് മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്ക് മാപ്പുകളെ കുറിച്ചുള്ള ക്ലാസ് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അടുത്ത ദിവസം തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ നിലവിൽ നമുക്ക് ഇന്ത്യൻ മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സെവറൽ ടൈപ്സ് ബേസ്ഡ് ഓൺ ദെയർ purpose and content including physical, political and thematic and topographic maps, each serving different informational needs. Breakdown of common map classification. ഒന്ന് ഫിസിക്കൽ മാപ്പ്, ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെയാണ് പൊളിറ്റിക്കൽ മാപ്സ്, മൂന്നാമത്തെയാണ് തീമാറ്റിക് മാപ്സ്, നാലാമത്തെയാണ് ടോപ്പോഗ്രാഫിക് മാപ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 4 കാറ്റഗറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മാപ്പിനെ നമുക്ക് തരംതിരിക്കാം. സർവേ ഓഫ് ഇന്ത്യ മാപ്പുകൾ അച്ചടിക്കുന്നത് പ്രധാനമായും ഇംഗ്ലീഷ് ഭാഷയിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യ മാപ്പുകൾ അച്ചടിക്കുന്നത് പ്രധാനമായിട്ടും ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. പ്രധാനപ്പെട്ട 4 കാറ്റഗറി ആയിട്ടാണ് മാപ്പുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫിസിക്കൽ മാപ്സ്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ മാപ്സ്, തീമാറ്റിക് മാപ്സ്, അതേപോലെ തന്നെ ടോപ്പോഗ്രാഫിക് മാപ്സ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി സർവേ ഓഫ് ഇന്ത്യയുടെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ ആണ് എവറസ്റ്റ് ഡേറ്റയും പോളികോണിക് പ്രൊജക്ഷനും. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ എവറസ്റ്റ് ഡേറ്റയും പോളികോണിക് പ്രൊജക്ഷനുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് പൊതുജനങ്ങൾക്ക് സാധാരണക്കാര് ഉപയോഗിക്കുന്നതിനായി എന്താണ് SOI നിർമ്മിക്കുന്ന മാപ്പുകളാണ് ഓപ്പൺ സീരീസ് മാപ്പുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്പൺ സീരീസ് മാപ്പുകൾ എന്തിനാ ചോദിച്ചാൽ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് പൊതുജനങ്ങൾക്ക് സാധാരണക്കാരുടെ ഉപയോഗത്തിനായിട്ട് ഇറക്കുന്ന മാപ്പാണ് എന്തെന്ന് പറയുന്നത്, സർവേ ഓഫ് ഇന്ത്യ ഇറക്കുന്ന മാപ്പാണ് ഏതെന്ന് പറയുന്നത്, ഓപ്പൺ സീരീസ് മാപ്പുകൾ എന്ന് പറയുന്നത്. OSM എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. OSM മാപ്പുകളിൽ ഗ്രിഡും ക്ലാസിഫൈഡ് വിവരങ്ങളും അടങ്ങിയിട്ടില്ല. അതിനാൽ അവ അനിയന്ത്രിതമായ വിഭാഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സെൻസസ്, മണ്ണ്, വിദ്യാഭ്യാസം തുടങ്ങിയ നിർദ്ദിഷ്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സർവേ ഓഫ് ഇന്ത്യയും നാഷണൽ ആൻഡ് തീമാറ്റിക് മാപ്പിംഗ് ഓർഗനൈസേഷനുമായി ചേർന്ന് നിർമ്മിക്കുന്ന മാപ്പുകളാണ് തീമാറ്റിക് മാപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസസ്, മണ്ണ്, വിദ്യാഭ്യാസം തുടങ്ങിയ നിർദ്ദിഷ്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി SOI സർവേ ഓഫ് ഇന്ത്യയും നാഷണൽ ആൻഡ് തീമാറ്റിക് മാപ്പിംഗ് ഓർഗനൈസേഷനുമായി ചേർന്ന് നിർമ്മിക്കുന്ന മാപ്പാണ്
തീമാറ്റിക് മാപ്പ്. നാഷണൽ അറ്റ്ലസ് ആൻഡ് തീമാറ്റിക് മാപ്പിംഗ് ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്തയാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്നാണ് ധരാതലീയ ഭൂപടങ്ങളെ അറിയപ്പെടുന്നത്. ഭൗമോപരിതലത്തിന്റെ ഉയർച്ച, താഴ്ചകൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗതങ്ങൾ, വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഈ ഭൂപടത്തിൽ ചിത്രീകരിക്കാറുള്ളത്. രാജ്യസുരക്ഷ പരിഗണിച്ച് തന്ത്രപ്രധാനമായ ഭൂപ്രദേശങ്ങളുടെ ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ധാരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങളാണ് ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന്, സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന്, നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ധാരാതലീയ ഭൂപട നിർമ്മാണത്തിന്റെ ചുമതല സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ ധാരാതലീയ ഭൂപട നിർമ്മാണത്തിന്റെ ചുമതല ആർക്കാന്ന് ചോദിച്ചാൽ അത് സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിക്കാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെറാഡൂൺ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ ആണ്. വിവിധ തരം ആവശ്യങ്ങൾക്കായി 1:10 lakhs, 1:2 എത്രയാണ് 2,50,000, അതേപോലെ തന്നെ 1:50,000, 1:25,000 എന്നീ വിവിധ തോതുകളിലാണ് സർവേ ഓഫ് ഇന്ത്യ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ 4 തോതുകളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ 1:10 lakhs 10 ലക്ഷം, അതേപോലെ തന്നെ 2,50,000, അതേപോലെ തന്നെ 1,50,000, അതേപോലെ തന്നെ 1:25,000 അങ്ങനെ ഒരു തോതിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് അറിയുക. രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളുടെയും ധാരാതലീയ ഭൂപടങ്ങൾ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വലിയ ഭൂപടങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ SOI മാപ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വലിയ ഭൂപടങ്ങളൊക്കെ പൊതുവെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സർവേ ഓഫ് ഇന്ത്യ മാപ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായത്? ഗ്രാനൈറ്റ്, നീസ്, മണൽക്കല്ല്, സിസ്റ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിള്, അതേപോലെ തന്നെ ഷെല്ല്, സ്ലേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? മണൽക്കല്ല്, സിസ്റ്റ് എന്നുള്ളതാണ് എന്ത് താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായത്. ഓക്കെ, നമുക്ക് ഇന്ത്യയിലെ എന്താണ് പാറകളെ അല്ലെങ്കിൽ കല്ലുകളെ അല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്ക് എത്രയായിട്ട്, റോക്കിനെ എത്രയായിട്ട് തരംതിരിക്കാം? 3ആയിട്ട് തരംതിരിക്കാം. അതിൻ്റെ ഫോർമേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്പ്, എക്സാമ്പിൾ എല്ലാം വെച്ച് നമുക്ക് നോക്കാം. അതായത് ഇഗ്നീഷ്യസ് റോക്ക്, സെഡിമെന്ററി റോക്സ് ആൻഡ് മെറ്റഫോറിക് റോക്സ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് റോക്സ് ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ഇഗ്നീഷ്യസ് റോക്സ്, സെക്കൻഡ് സെഡിമെന്ററി റോക്സ്, തേർഡ് മെറ്റഫോറിക് റോക്സ്. ഓക്കെ, ഇനി എന്താണ് ഈ പറയുന്ന ഇഗ്നീഷ്യസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയശില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിലകളുടെ 3 തരങ്ങളിൽ ഒന്നാണ് ആഗ്നേയശില അല്ലെങ്കിൽ ഇഗ്നീഷ്യസ് റോക്ക് എന്ന് പറയുന്നത്. മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് ഇവ രൂപം കൊള്ളുന്നത്. ക്രിസ്റ്റലീകരണം വഴിയോ അല്ലാതെയോ ഭൗമോപരിതലത്തിലെ അതിനു താഴെയോ ഇവ രൂപപ്പെടാം. ഭൂമിയുടെ പുറംപാളിയിലോ മാന്റിലിലോ ഉള്ള പാറകൾ ഭാഗികമായി ഉരുകിയാണ് മാഗ്മ ഉണ്ടാകുന്നത്. സാധാരണയായി ഈ 3 കാരണങ്ങളിലാണ് മാഗ്മ ഉണ്ടാകുന്നത്: താപനിലയിലെ വർധനവ്, മർദ്ദത്തിന്റെ കുറയൽ, ഘടനയിലെ വ്യതിയാനം. 700-ലേറെ തരം ആഗ്നേയ ശിലകളാണ് നിലവിലുള്ളത്. ഇവയിൽ മിക്കതും ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്.
ഘടനയും എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്നനുസരിച്ചും ഇവ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നു. ആഗ്നേയശിലകളെ പ്രധാനമായും ആന്തരാഗ്നേയ ശിലകൾ എന്നും ബാഹ്യാഗ്നേയ ശിലകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. അപ്പോൾ ഈ പറയുന്ന ഇഗ്നീഷ്യസ് റോക്ക് അതർവൈസ് നോൺ എസ് എന്ത്, ആഗ്നേയ ശില എന്ന് പറയുന്നത്. മാഗ്മയും അതേപോലെ തന്നെ ലാവയൊക്കെ തണുത്തുറഞ്ഞുണ്ടാകുന്ന ക്രിസ്റ്റലിന്റെ മുഖേനയാണ് എന്ത് ചെയ്യുന്നത്, ഇത് രൂപപ്പെടുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെയാണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇഗ്നീഷ്യസ് റോക്ക് ആണ്. ഈ കാണുന്നത് ചിത്രത്തിൽ കാണുന്ന ഇതാണ് ഇഗ്നീഷ്യസ് റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സെഡിമെന്ററി റോക്സ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന അവസാദശില എന്ന് പറയുന്നത്. ഭൗമശിലകളുടെ 3 പൊതുവിഭാഗങ്ങളിൽ ഒരിനമാണ് അവസാദശില. നിക്ഷേപണ പ്രക്രിയയിലൂടെ അരിക്കലിനും തരംതിരിപ്പിനും വിധേയമായി അടരുകളായി രൂപം കൊള്ളുന്ന ശിലകളാണ് എന്തെന്ന് പറയുന്നത്, അവസാദശില അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ്. പടലങ്ങളായി അസ്ഥിതമായി കാണപ്പെടുന്നു എന്നതാണ് അവസാദശിലകളുടെ മുഖ്യ സവിശേഷത. അപ്പൊ ഇങ്ങനെ അടർന്ന് കാണപ്പെടുന്നതും അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന അരിക്കലിനും തരംതിരിക്കലിനും വിധേയമായിട്ടാണ് ഇവ രൂപം കൊള്ളുന്നതും. അടർന്ന് രൂപം കൊള്ളുന്ന ശിലകളാണ് ഏതെന്ന് പറയുന്നത്, സെഡിമെന്ററി റോക്സ്. അപക്ഷയം മൂലം പൊടിഞ്ഞ് വിണ്ടുകീറിയ പാറകൾ, ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, സെഡിമെന്ററി റോക്സ് അല്ലെങ്കിൽ അവസാദശില എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും അവസാനത്തെ ഏതെന്ന് പറയുന്നത്, കായാന്തരിത ശില അല്ലെങ്കിൽ മെറ്റഫോറിക് റോക്സ് എന്ന് പറയുന്നത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, മർദ്ദത്തിന്റെയും താപത്തിന്റെയും രാസദ്രവങ്ങളുടെയും പ്രവർത്തന ഫലമായി ശിലകൾ സംഭവിക്കുന്ന രൂപമാറ്റമാണ് കായാന്തരീകരണം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലകളെയാണ് കായാന്തരിത ശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കായാന്തരിത ശിലകൾ. അപ്പോൾ മർദ്ദത്തിന്റെയും താപത്തിന്റെയും രാസദ്രവങ്ങളുടെയും പ്രവർത്തന ഫലമായി ആണ് ഇത് രൂപം കൊള്ളുന്നത്. ഈ കാണുന്ന ശിലയാണ് എന്തെന്ന് പറയുന്നത്, കായാന്തരിത ശില എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ശിലകൾ ആഗ്നേയ, അവസാദ, കായാന്തര ശിലകൾ എന്നിങ്ങനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഭൗമോപരിതലത്തിലെ വിവിധ അപക്ഷയ അപരദനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി പൊട്ടിപ്പൊടിഞ്ഞ് ചെറിയ തരികളായി ഇവ മാറ്റപ്പെടുന്നു. ഭൗമാന്തര ഭാഗത്തു നിന്നുള്ള ശിലാദ്രവത്തിൽ നിന്നാണ് ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നത്. അതിനാൽ അവയെ പ്രാഥമിക ശിലകൾ എന്നാണ് വിളിക്കുന്നത്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ഏതാണ് പ്രാഥമിക ശിലകൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, ഈ പറയുന്ന ആഗ്നേയ ശിലകൾ എന്നറിയപ്പെടുന്നവയാണ്. ഓക്കെ, അപ്പോൾ അതിനെ മാഗ്മ ആൻഡ് ലാവയാണ് ഇതിൻ്റെ അത് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഉള്ളത്. ഓക്കെ, അങ്ങനെ ശിലാദ്രവങ്ങൾ എന്ത് ചെയ്യുന്നു, ഭൗമാന്തര ഭാഗത്തു നിന്നുള്ള ശിലാദ്രവങ്ങൾ നിന്നാണ് ആഗ്നേയ ശിലകൾ രൂപപ്പെടുന്നത്. ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ഗ്രാബോ, പെക്മൈറ്റ്, ബസാൾട്ട്, അഗ്നിപർവ്വതജന്യ, അതേപോലെ തന്നെ ബ്രജിയ, ടഫ്, ഇതൊക്കെ എന്താണ്, ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ്. ബാഹ്യജന്യ പ്രവർത്തനങ്ങളുടെ ഫലമായി അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്നവയാണ് അവസാദശിലകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബാഹ്യജന്യ പ്രവർത്തനങ്ങളുടെ ഫലമായി അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്നവയാണ് അവസാദശിലകൾ. അവസാദശിലകളെ അവ രൂപപ്പെടുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിക്കാം. ബലകൃതമായി രൂപപ്പെടുന്നവ, അതാണ് മണല്, കല്ല്, കൺഗ്ലോമൈറ്റ്, അതേപോലെ തന്നെ ചുണ്ണാമ്പ് കല്ല്, ഷെല്ല്, ലെസ്, ഇതൊക്കെയാണ് ബലകൃതമായി രൂപപ്പെടുന്നവ. അടുത്തത് ജൈവികമായി രൂപപ്പെടുന്നവയാണ് ഗീസറൈറ്റ്, അതേപോലെ തന്നെ ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി എന്നിവയാണ് ജൈവികമായി രൂപപ്പെടുന്നവ. രാസീയമായി രൂപപ്പെടുന്നവയാണ് ചെർട്ട്, അതേപോലെ തന്നെ ചുണ്ണാമ്പ് കല്ല്, ഹാലൈറ്റ്, കൽക്കരി, പൊട്ടാഷ്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് അവസാദ ശിലകൾ അവയുടെ രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ 3 രീതിയിലാണ് രൂപം കൊള്ളുന്നത്. ഒന്ന് ബലകൃതമായി രൂപപ്പെടുന്നവയാണ് മണല്, കല്ല്, കൺഗ്ലോമൈറ്റ്, അതേപോലെ തന്നെ ചുണ്ണാമ്പ് കല്ല്, ഷെല്ല്, ലെസ്. ജൈവികമായി രൂപപ്പെടുന്നവയാണ് ഗീസൈറ്റ്, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി. രാസീയമായി രൂപപ്പെടുന്നവ ചെർട്ട്, ചുണ്ണാമ്പ് കല്ല്, ഹാലൈറ്റ്, കൽക്കരി, പൊട്ടാഷ്. അടിസ്ഥാന ശിലകളിൽ അനുഭവപ്പെടുന്ന മർദ്ദം, വ്യാപ്തി, ഊഷ്മാവ് എന്നിവ വ്യത്യാസങ്ങൾ മൂലം രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് നൈസോയിഡ്, അതേപോലെ തന്നെ ഗ്രാനൈറ്റ്, അതേപോലെ തന്നെ സയനൈറ്റ്,
മാർബിള്, ക്വാർട്ട്സൈറ്റ് ഇതൊക്കെയാണ് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? നൈസോയിഡ്, അതേപോലെ തന്നെ ഗ്രാനൈറ്റ്, സനൈറ്റ്, അതേപോലെ തന്നെ മാർബിള്, ക്വാർട്ട്സൈറ്റ് എന്നിവയാണ് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം. രൂപം സംഭവിച്ചത് എന്നതാണ് കായാന്തരിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രൂപം സംഭവിച്ചത് എന്നാണ് കായാന്തരിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്ടോണിക് പ്രക്രിയയുടെ ഫലമായി ഉപരിതലത്തിലെ ശിലകൾ ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് താഴ്ത്തപ്പെടുമ്പോൾ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിക്കാം. ഭൗമാന്തർഭാഗത്ത് മാഗ്മ പുറത്തേക്ക് വമിക്കുമ്പോൾ ഭൂവൽക്കത്തിലെ ശിലകളുമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായും അടിത്തട്ടിലെ ശിലകൾക്ക് മുകളിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായും കായാന്തരീകരണം സംഭവിക്കാറുണ്ട്. ശിലകൾ ഉൾപ്പെട്ട പദാർത്ഥങ്ങൾ പുനൽപരിലീകരണത്തിനും അതേപോലെ തന്നെ പുനഃസംഘാടനത്തിനും വിധേയമാക്കുന്ന പ്രക്രിയയാണ് കായാന്തരീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കായാന്തരീകരണത്തിന് വിധേയമാകുന്ന ശിലകളുടെ ഇനത്തിന്റെ അടിസ്ഥാനത്തിൽ കായാന്തരിത ശിലകളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് അടരുകളുള്ള ശില, അതേപോലെ തന്നെ അടരുകൾ ഇല്ലാത്ത ശില. കായാന്തരീകരണം രണ്ട് തരത്തിലാണുള്ളത്: ബലതന്ത്ര കായാന്തരീകരണവും താപീയ കായാന്തരീകരണം. ഡൈനാമിക് മെറ്റഫോറിസം ആൻഡ് തെർമൽ മെറ്റഫോറിസം. രാസമാറ്റങ്ങൾ സംഭവിക്കാത്ത ശിലകളിൽ അടങ്ങിയിട്ടുള്ള തനത് ധാതുക്കൾ പൊട്ടിയും ഞെരുങ്ങിയും പുനഃശേഖരിക്കപ്പെടുന്ന പ്രക്രിയയാണ് ബലതന്ത്ര കായാന്തരീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പക്ഷേ താപീയ കായാന്തരണത്തിന്റെ ഫലമായി ശിലകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് രാസപരമായി രൂപമാറ്റം സംഭവിക്കുകയും ശിലകളിലെ പരലുകൾ പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നു. കായാന്തരീകരണത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: സമ്പർക്ക കായാന്തരീകരണം, കോണ്ടാക്ട് മെറ്റഫോറിസം, പ്രാദേശിക കായാന്തരീകരണം, റീജിയണൽ മെറ്റഫോറിസം. ഭൗമാന്തർഭാഗത്തു നിന്നും വമിക്കുന്ന ചൂടുള്ള മാഗ്മയും ലാവയും അടിസ്ഥാന ശിലകളുമായി സമ്പർക്കത്തിലാകുമ്പോൾ ഉയർന്ന ഊഷ്മാവിന്റെ ഫലമായി ശിലകളിലെ പദാർത്ഥങ്ങളെ അതിലെ അടങ്ങിയിരിക്കുന്ന പരലുകളും പുനഃക്രമീകരിക്കപ്പെടുന്നതാണ്. ഇത് സമ്പർക്ക കായാന്തരീകരണം എന്ന് അറിയപ്പെടുന്നു. ചില അവസരങ്ങളിൽ മാഗ്മയിൽ നിന്നോ ലാവയിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ ഘടകങ്ങളും ശിലകളോട് കൂടിച്ചേരാറുണ്ട്. ടെക്ടോണിക് ചലനത്തിന്റെ ഫലമായോ ഉയർന്ന താപത്തിന്റെ അർത്ഥത്തിന്റെയോ ഇവയുടെ രണ്ടിന്റെയും കൂടി ഫലമായോ ശിലകൾ പുനഃപരലീകരണത്തിന് വിധേയമായി രൂപമാറ്റം സംഭവിക്കുന്ന പ്രാദേശിക കായാന്തരീകരണം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒത്തിരി ഡെപ്തിലേക്ക് പോകുമ്പോഴാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രാദേശിക കായാന്തരീകരണ പ്രക്രിയയിൽ ശിലകളിൽ അടങ്ങിയിട്ടുള്ളത് ധാതുക്കൾ പാളികളായി ക്രമീകരിക്കപ്പെടുന്ന പ്രക്രിയയാണ് അടരുകളാകലും അതേപോലെ തന്നെ രേഖീകരണം എന്നുള്ളതും ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് എന്ത് പഠിച്ചു വെക്കാം? അതായത് കുറച്ച് ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഏതൊക്കെ ശിലകളാണ് മെയിനായിട്ട് നമുക്കുള്ളത്? ടൈപ്പ് ഓഫ് റോക്സ്, അതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്നാണ് ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. അതായത് ഇഗ്നീഷ്യസ് റോക്കിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആഗ്നേയ ശിലകൾ. ഇനി സെഡിമെന്ററി റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാദ ശിലകൾ. ഇനി മെറ്റഫോറിക് റോക്സ് എന്ന് പറയുന്നത് അത് കായാന്തരിക ശിലകളാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ എക്സാമ്പിൾസും ഒന്ന് ഓർത്തു വെച്ചാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാനൈറ്റ്, ബസാൾട്ട്, ആൻറ്റിസൈറ്റ്, ഗ്രാബോ, ഒബ്സീഡിയൻ, ഡയോറൈറ്റ് ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ് ഇഗ്നീഷ്യസിൻ്റെ. സെഡിമെന്ററി ആണെങ്കിൽ സാൻഡ്സ്റ്റോണ്, കൺഗ്ലോമീറ്ററേറ്റ്, ചോക്ക്, ക്ലേസ്റ്റോൺ ഇതൊക്കെ ഏതാണ്? സെഡിമെന്ററി റോക്സ് ആണ്. മെറ്റഫോറിക് ആണെങ്കിൽ ഗ്നീസ്, ആംഫിബോയിറ്റ് ആൻഡ് ക്വാർട്ട്സൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് വരുന്ന എക്സാമുകൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. പിന്നെ ഭയങ്കര ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും വലിയൊരു ലെവലിലേക്ക് പഠിക്കണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇത് ഫുള്ളായിട്ട് 1, 2, 3 പ്രാവശ്യം എന്ത് ചെയ്യുക, കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് സെറ്റ് ആവുന്നതായിരിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യമാണെന്നുള്ളത്. അപ്പോൾ 2024 എന്താണ് കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യമാണ്, അതുകൊണ്ടാണ് അത് ഇതിൻ്റെ അകത്ത് വന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ജപ്പാനാണ്. ജപ്പാനിലെ നോട്ടോ പ്രവിശ്യയിൽ ഭൂകമ്പവും വിനാശകരവുമായ സുനാമിയും ഉണ്ടായത് 2024 ജനുവരി 1 ഓർത്തു വയ്ക്കുക. അപ്പോൾ ജപ്പാനിലെ നോട്ടോ പ്രവിശ്യയിൽ ഭൂകമ്പവും വിനാശകരവുമായ സുനാമി ഉണ്ടായത്
2024 ജനുവരി 1. സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ തുർക്കിയിലെ ഭൂകമ്പം നടന്ന വർഷം 2023 ഫെബ്രുവരി 6. അതേപോലെ ഭൂകമ്പ ബാധിത പ്രദേശമായ തുർക്കിയിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ ദോസ്ത്. മുംബൈ ആസ്ഥാനമായുള്ള ആറ്റോമിക് റിസർച്ച് അതായത് ബാർക്ക് തൃക്കാക്കരയിലെ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് അതായത് കുസാറ്റ് പ്രധാന ക്യാമ്പസിൽ ഭൂകമ്പത്തിന്റെ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനമായ റഡോൺ ജിയോ സ്റ്റേഷൻ സ്ഥാപിച്ചത് 2022 സെപ്റ്റംബർ 27. ഭൂകമ്പം എന്ന വാക്ക് ഉത്ഭവിച്ച ഭാഷയാണ് ഗ്രീക്ക്. സീസ്മോസ് എന്ന വാക്കിൽ നിന്നാണ് എർത്ത്ക്വയ്ക്ക് എന്ന് പറയുന്ന ഈ ഒരു ഭൂകമ്പം എന്ന വാക്ക് ഉത്ഭവിച്ചത്. ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നതാണ് സിസ്മോളജി എന്ന പേരിലാണ് ഭൂകമ്പത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സീസ്മോളജി. ഭൂകമ്പത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നത് സീസ്മോഗ്രാഫിലെ ആയതിയുടെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂകമ്പത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നത്. സീസ്മോഗ്രാഫിലെ ആയതിയുടെ അളവിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ഗ്രാഫിൽ ആദ്യം രേഖപ്പെടുത്തിയുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഗ്രാഫിൽ ആദ്യം രേഖപ്പെടുത്തുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ. തരംഗദിശയ്ക്ക് ലംബമായി ചലിക്കുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് മധ്യമ തരംഗങ്ങൾ അല്ലെങ്കിൽ ദ്വിതീയ തരംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ തരംഗദിശയ്ക്ക് ലംബമായി ചലിക്കുന്ന ഭൂകമ്പ തരംഗങ്ങളാണ് മധ്യമ തരംഗങ്ങൾ അല്ലെങ്കിൽ ദ്വിതീയ തരംഗങ്ങൾ. ഏറ്റവും കുറഞ്ഞ വേഗത ഉള്ള ഭൂകമ്പ തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വേഗത കുറഞ്ഞ ഭൂകമ്പ തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ. 2024 ഭൂകമ്പങ്ങൾ കൂടുതലായി ഉണ്ടായ രാജ്യങ്ങളാണ് മെക്സിക്കോ, ഇന്തോനേഷ്യ, ജപ്പാൻ, ഫിലിപ്പൈൻസ്, പിലി, തായ്വാൻ. ഓക്കെ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ 2024 ഭൂകമ്പം ഉണ്ടായത്. വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ പ്രതിഭാസത്തെയാണ് നമ്മൾ ഭൂകമ്പം എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന ഒരു സ്വഭാവ പ്രതിഭാസമാണ് ഭൂകമ്പം. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. അപ്പോൾ ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിന്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുന്നതാണ് റിക്ടർ സ്കെയില്. ഭൂവൽക്കത്തിനുള്ളിലെ ഊർജം മോചിപ്പിക്കപ്പെടുന്ന കേന്ദ്രം അറിയപ്പെടുന്നത് പ്രഭാ കേന്ദ്രം എന്നാണ് അല്ലെങ്കിൽ ഫോക്കസ്. പ്രഭവ കേന്ദ്രത്തിന് നേർമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രമാണ് എപ്പി സെന്റർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രഭവ കേന്ദ്രത്തിന് നേർമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രമാണ് എപ്പി സെന്റർ. ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തിച്ചേരുന്നതാണ് അതികേന്ദ്രം അല്ലെങ്കിൽ എപ്പി സെന്റർ. ഭൂകമ്പവേളയിൽ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്ന 3 തരംഗങ്ങളാണ്: 1 പ്രാഥമിക തരംഗങ്ങൾ, 2 ദ്വിതീയ തരംഗങ്ങൾ, 3 പ്രതല തരംഗങ്ങൾ. അപ്പോൾ ഭൂകമ്പവേളയിൽ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്ന 3 തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ, പ്രൈമറി വേവ്സ്. ഇനി ദ്വിതീയ തരംഗങ്ങൾ സെക്കൻഡറി വേവ്സ്, പ്രതല തരംഗങ്ങൾ സർഫൈസ് വേവ്സ് എന്നും അറിയപ്പെടുന്നു. ഏറ്റവും വിനാശകരമായ ഭൂകമ്പ തരംഗമാണ് പ്രതല തരംഗം. എല്ലാ സ്വാഭാവിക ഭൂകമ്പങ്ങളും സംഭവിക്കുന്ന മണ്ഡലമാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സ്വാഭാവിക ഭൂകമ്പങ്ങളും സംഭവിക്കുന്ന മണ്ഡലം ഏതാന്ന് ചോദിച്ചാൽ അത് ശിലാമണ്ഡലമാണ്. കടലിനടിയിൽ ഉണ്ടാകുന്ന വൻ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉൽക്കകളുടെ പതനം എന്നിവ മൂലമുണ്ടാകുന്ന ആഘാത തരംഗങ്ങൾ അനേകം മീറ്ററുകളോളം ഉയർന്ന് പൊങ്ങുന്ന ഭീമൻ തിരമാലകൾ സൃഷ്ടിക്കുന്നു. ഇത്തരം തിരമാലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സുനാമികൾ എന്ന് പറയുന്നത്. അപ്പോൾ കടലിനടിയിൽ ഉണ്ടാകുന്ന വൻ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉൽക്കകളുടെ പതനം എന്നിവ മൂലമുണ്ടാകുന്ന ആഘാതം തരംഗങ്ങൾ അനേകം മീറ്ററുകളോളം ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകൾ സൃഷ്ടിക്കുന്നു. ഇത്തരം തിരമാലകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സുനാമികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ക്ലാസ് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. അതേപോലെ തന്നെ ഈ ശിലകൾ, ടൈപ്പ് ഓഫ് റോക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഇനി വരുന്നുണ്ട്. കൂടുതൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത്, അതായത് ലാവ, മാഗ്മ, ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെ ഭൂമിയുടെ മാൻറ്റില്, അതേപോലെ ഓരോന്നിനെയും നമ്മൾ തരം തിരിച്ച് അതിൻ്റെ പിക്ചർ കൂടി നിങ്ങൾക്ക് കാണിച്ചു പഠിപ്പിക്കുമ്പോഴാണ് കുറച്ചുകൂടിയും വ്യക്തതയോടുകൂടി അത് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇഗ്നീഷ്യസ് റോക്സ് ഏത് ഭാഗത്ത്, അതേപോലെ സെഡമെന്ററി റോക്സ് എവിടെയാണ്, മെറ്റഫോറിക് റോക്സ് എവിടെയാണ്, ഇതെങ്ങനെയാണ് രൂപം കൊള്ളുന്നത്, അതേപോലെ തന്നെ ഏത്
തരം എന്താണ് സംഭവമാണ് അവിടെ നടക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പം അത് നമുക്ക് പഠിക്കാനായിട്ട് പിക്ചറൈസ് ചെയ്ത് നമുക്ക് പഠിക്കാം. അത് അടുത്ത ദിവസത്തേക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഈ റോക്സിനെ കുറിച്ചും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് പറയാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് മാത്രമായിട്ട് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും വ്യക്തമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വരാനിരിക്കുന്ന ഇനി എല്ലാ എക്സാമുകൾക്കും പഠിച്ച് സെറ്റാക്കുക. അതേപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്ടുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. 2025 നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഗവൺമെൻറ് ജോബിലേക്ക് കയറാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.